നമസ്കാരം. SB മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത പേജ് 13 കാര്യമാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ലിഖേ എഴുതിയാലും കിത്തനെ ഗോളോമേ എത്ര കോളങ്ങൾക്ക് രംഗ് പര നിറം നൽകി. അപ്പം നിങ്ങൾ അതൊക്കെ വായിച്ച് നിറം കൊടുത്തിട്ട് എത്ര കോളത്തിലാണ് നിറം കൊടുത്തത് എന്നുള്ളത് ഇവിടെ എഴുതണം. അടുത്ത് ഗീത് കൈസാരക പാട്ട് എങ്ങനെയുണ്ടായിരുന്നു. ഗീത് കൈസാരക പാട്ട് എങ്ങനെയുണ്ടായിരുന്നു. കൈസ എന്ന് പറഞ്ഞാൽ എങ്ങനെ. ഗീത് അച്ചാരക. അപ്പൊ അതിന്റെ ഉത്തരം എന്താണ്? പാട്ട് നന്നായി. ഗീത് അച്ചാരക പാട്ട് നന്നായി. അടുത്ത് അബ് ഇനി നീച്ചേക്ക് താഴെ കൊടുത്തിട്ടുള്ള പന്തിയാം പട വരികൾ വായിക്കാം. ചമ ചമ ചമക്കി ബിജലി റാണി ഉടി ഗഗനുമേ ഖട സുഖാനി. അപ്പൊ ഇവിടെ റാണി സുഖാനി ഇതില് വരയിട്ടുണ്ട്. ആകാശത്ത് എന്താണ്? മിന്നൽ പിണരുകൾ തിളങ്ങി സുന്ദരമായ മേഘങ്ങൾ ആകാശത്ത് വ്യാപിച്ചു. അപ്പം ഇവിടെ വരയിട്ടിട്ടുണ്ട്. ആ അടിയിൽ വരയിട്ട രേഖാങ്കിത് ശബ്ദോങ്കി അടിയിൽ വരയിട്ട ശബ്ദോങ്കി വാക്കുകളുടെ സമാനത ക്യാകെ സാമ്യം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ഒന്നാമത്തത് എൻ പങ്ക്തിയോങ്ക ഈ വരികളുടെ, പങ്ക്തി എന്ന് പറഞ്ഞാൽ വരി, എൻ പങ്ക്തിയോങ്ക ഈ വരികളുടെ അന്തിമ അക്ഷരം, അന്തിമ അക്ഷരം പറഞ്ഞാൽ അവസാന അക്ഷരം നീഹേ, അവസാന അക്ഷരം നീ ആണ്. അപ്പൊ എന്താണ്? എൻ പങ്ക്തിയോങ്ക ഈ വരികളുടെ അന്തിമാക്ഷര അവസാന അക്ഷര നീഹെ നീ ആണ്. ദോനോങ്കെ ഉച്ചാരണമേ രണ്ടാമത്തത് രണ്ടിന്റെയും ഉച്ചാരണത്തിൽ, ദോനോങ്കെ ഉച്ചാരണമേ രണ്ടിന്റെയും ഉച്ചാരണത്തിൽ സമാനത സാമ്യമുണ്ട്. സമാനത എന്ന് പറഞ്ഞാൽ സാമ്യം. അപ്പൊ റാണി സുഹാനി നമ്മൾ പറയുമ്പോൾ ഒരേപോലെ വരും. റാണി സുഹാനി എന്നിങ്ങനെ പറയുമ്പോൾ നീനി എന്ന് പറയുമ്പോൾ ഒരേപോലെ വരെയാണ്. അവ രണ്ടിന്റെയും ഉച്ചാരണത്തിൽ സാമ്യമുണ്ട്. അടുത്ത മൂന്നാമത്തത് ഇസ് പ്രകാരത്തെ ശബ്ദമോ ഇതേപോലെ എന്താണ്? നീ നീ എന്ന് വരുന്ന ആ ഇതുപോലുള്ള വാക്കുകളെ തുകാന്ത ശബ്ദ കരുത്തേരിയ എന്ന് പറഞ്ഞാൽ അന്ത്യപ്രാസ എന്ന് വിളിക്കുന്നു. തുകാന്ത ശബ്ദങ്ങൾ എന്ന് പറയുന്നു. ഇതുപോലുള്ള ശബ്ദമോ വാക്കുകളെ തുകാന്ത ശബ്ദ കരുത്തേരി, ഇതുപോലുള്ള വാക്കുകളെ തുകാന്ത് എന്ന് പറഞ്ഞാൽ അന്ത്യപ്രാസ എന്ന് വിളിക്കുന്നു. അപ്പൊ പരീക്ഷയ്ക്ക് ഇതേപോലെ തിരഞ്ഞെടുത്തിരുന്നാൽ ചോദിക്കും തുകാന്ത ശബ്ദങ്ങൾ ഏതൊക്കെയാണ്. അപ്പോൾ ഒരേപോലെ ആടള നീ, ആടള നീ ഇതേപോലെ ഒരേപോലെ വരുന്നതാണ് തുകാന്ത ശബ്ദങ്ങൾ എന്ന് പറയുന്നത്. ലാസ്റ്റിൽ നീ നീ എന്ന് വരും. അടുത്ത പേജ് 14 തുകാന്ത ശബ്ദ കവിതാപ്പോ സുന്ദർ ബനാത്തേരി. തുകാന്ത പദങ്ങൾ, തുകാന്ത ശബ്ദങ്ങള് കവിതാപ്പോ കവിതയെ സുന്ദർ ബനാത്തേരി മനോഹരമാക്കുന്നു. അപ്പൊ അന്ത്യപ്രാസ കവിത എന്ത് ചെയ്യുന്നു? മനോഹരമാക്കുന്നു. അടുത്ത് സെര ഇനി ഏ പങ്ക്തിയാം പട ഈ വരികള് വായിക്കാം. സെര എന്ന് പറഞ്ഞാൽ ഇത്തിരി അർത്ഥമുണ്ട്, ഇനി എന്ന അർത്ഥമുണ്ട്. ഇനി ഈ വരികള് വായിക്കാം. ബാരിഷ്ക മാംസം ഹേ ആയ മഴക്കാലം വന്നു. എന്താണ്? ബാരിഷ്ക മൗസം ആയ മഴക്കാലം വന്നു. കം വെച്ചോങ്കെ മൻകോ പായ മഴക്കാലം വന്നപ്പോൾ എന്താണ്? കുട്ടികളായ നമ്മുടെ മനസ്സ് ആനന്ദദായകമായി. ഇൻ പങ്ക്തിയോങ്കെ ഈ വരികളിലെ തുകാന്ത ശബ്ദ പകച്ചാണ്. തുകാന്ത പദങ്ങളെ തിരിച്ചറിയുക. ആയ പായ രണ്ട് ആയ പായ ഒരേപോലെ ഇരിക്കുന്നു. പറയുമ്പം അടുത്ത് യാ യാ ഒരേപോലെ വന്നു. അവൻ ഇതിനെയാണ് തുകാന്ത ശബ്ദം എന്ന് പറയുന്നത്. ഉൻകെ നീച്ച നീച്ച അവയുടെ താഴെ, രേഖ കീഞ്ച വര വരയ്ക്കുക, വര വരച്ചു. അടുത്ത് ആയ പായ ഇതാണ് തുകാന്ത ശബ്ദങ്ങൾ. അടുത്ത് കംഫി നമുക്കും ഐസി പങ്ക്തി അജോടെ ഇതേപോലെയുള്ള വരികൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടി അവിടെ രണ്ടുപേർ തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്? ബാരിഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെഡിങ് കൊടുക്കണമെന്നോ. ബാരിഷ് കാ മൗസം ആയ മഴക്കാലം വന്നു. ഹം ബെച്ചോം കെ മൻകോ പായ ഹം കുട്ടികളായ എന്താണ്? നമ്മുടെ മനസ്സ് ആനന്ദദായകമായി. ബെച്ചോം കെ മൻകോ പായ ഹം എന്താണ്? ബെച്ചോം കെ മൻകോ പായ കുട്ടികളായ നമ്മുടെ മനസ്സ് ആനന്ദമായി, സന്തോഷം പറഞ്ഞത് ആയി. ഉമ്മട് ഉമ്മടക്കെ ബാദൽ ആയ ഉമ്മനർത്ഥം കവിഞ്ഞൊഴുക, കവിഞ്ഞൊഴുകി കൊണ്ട് എന്തോന്നു? ബാദൽ ആയ മഴ വന്നു. പൂവ് ചമാചമ് പാനിയിലായ സമൃദ്ധിയായ ചംകാരത്തോടു കൂടി വെള്ളം കൊണ്ടുവന്നു. അപ്പൊ പൂവ് ചമാചമ് പാനിയിലായ സമൃദ്ധിയായ ചംകാരത്തോടു കൂടി വെള്ളം കൊണ്ടുവന്നു. അടുത്ത് താള് തലയ ഫർ ഫർ ആയ. താള് തലയെന്ന് പറഞ്ഞാൽ കുളങ്ങള്, കുളങ്ങള് ഫർ നിറയുക, നിറഞ്ഞ് നിറഞ്ഞ് വന്നു. ഫർഫർ ആയ നിറഞ്ഞിറഞ്ഞ് വന്നു. മേടകിനെ ഫി താള് പിരായ മേടകിനെ ഫി തവളയും താള് പിരായ താളം മുഴക്കി. ഹരാധാനെ ഖേത്തോമേ പായ
കൃഷിഭൂമിയെല്ലാം പച്ചപ്പ് നേടി. കര എന്ന് പറഞ്ഞാൽ പച്ചപ്പ് നേടുക. ഖേത്തവും പായ, ധാന് ഖേത്തവുമേയും പായ, കൃഷിഭൂമിയെല്ലാം പച്ചപ്പ് നേടി. മോർനേഫി മയിലും ഞാച്ച് ദിഖായ നൃത്തം കാട്ടി. അപ്പൊ മഴ പെയ്തപ്പോൾ മയിലും നൃത്തം കാട്ടി. അടുത്ത പേജ് 15 ഇതിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞത്. അപ്പനി പന്തിയ കൈസീരി, സ്വന്തം വരികൾ എങ്ങനെ ഉണ്ട്. ഉചിത ഖാനേപ്പർ, ഉചിതമായ കോളത്തിൽ, ഖാന എന്ന് പറഞ്ഞാൽ കോളം, ഖാനേപ്പർ കോളത്തില് തിക്ക് കരയെ തിക്കിടാനാണ് പറഞ്ഞിട്ടുള്ളത്. ബാരിഷസെ മഴയെ സംബന്ധിച്ച്, മഴയെ സംബന്ധിച്ചുള്ളതാണ് നമ്മൾ പഠിച്ചത്, ശരിയാണ്. താളുക്ക പാലം കീയാകെ, താളം പാലിച്ചിട്ടുണ്ട്. അടുത്ത് തുകക്ക പാലൻ കീയാകെ, തുക എന്ന് പറഞ്ഞാൽ പ്രാസം, അതിന്റെ പ്രാസങ്ങളെല്ലാം പാലിച്ചിട്ടുണ്ട്. ദിഖായ പായ ബജായ ആയ എല്ലാം ഒരേപോലെ വന്നിട്ടുണ്ട്. അടുത്ത് ഇത് ഉചിത ഏവ ആകർഷ ശീർഷക തീയാകെ, ഉചിതവും ആകർഷകവുമായ ഹെഡിങ്ങും തന്നിട്ടുണ്ട്. നമ്മൾ ബാരിഷ് എന്ന് പറഞ്ഞാൽ ഹെഡിങ് കൊടുത്തു. അപ്പോൾ ഇതാണ് ഉചിതമായ ഓളത്തിൽ തിക്കിടാനാണ് പറഞ്ഞിട്ടുള്ളത്. മഴയെ സംബന്ധിച്ചുള്ളതാണ്. താളം പാലിച്ചിട്ടുണ്ട്, പ്രാസം പാലിച്ചിട്ടുണ്ട്, ഉചിതവും ആകർഷകവുമായ ശീർഷകം തന്നിട്ടുണ്ട്. അടുത്തതിലെ ക്വസ്റ്റ്യൻ ആൻസർ. ഒന്നാമത്തത് ബിജലി കബ് ചമക്ക് തീഹ, ഇടിമിന്നല് ഉണ്ടാകുന്നത് എപ്പോഴാണ്. വർഷാക്ക് പകല്, മഴയ്ക്ക് മുമ്പ്. ബിജലി കബ് ചമക്ക് തീഹ, ഇടിമിന്നല് ഉണ്ടാകുന്നത് എപ്പോഴാണ്. വർഷാക്ക് പകല്, മഴയ്ക്ക് മുമ്പ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ബാദൽ കബ് ചാ ജാത്താകെ, ബാദൽ എന്ന് പറഞ്ഞാൽ കാർമേഘ, കാർമേഘ എപ്പോഴാണ് ചാ ജാത്താകെ വ്യാപിക്കുന്നത്. കാർമേഘ എപ്പോഴാണ് വ്യാപിക്കുക. കബ് എന്ന് പറഞ്ഞാൽ എപ്പോൾ, എപ്പോഴാണ്. പാനി ബർസിനേക്ക് പകല്, മഴയ്ക്ക് മുമ്പ്. കെ പകല് അർത്ഥം മുമ്പ്. പാനി ബർസിന മഴ പെയ്യുക, മഴ പെയ്യുന്നതിന് മുമ്പ്. വർഷാക്ക് സൂചന ദേഖർ, മഴയുടെ സൂചന തന്നിട്ട്, ദേഖാർത്ഥം തന്നിട്ട്. വർഷാക്ക് സൂചന ദേഖർ, മഴയുടെ സൂചന തന്നിട്ട്. ബാദൽ ചാ ജാത്താകെ, കാർമേഘം വ്യാപിക്കുന്നു. അപ്പൊ കാർമേഘം വ്യാപിക്കുന്നത് എപ്പോഴാണ്. മഴയ്ക്ക് മുമ്പ്, മഴയുടെ സൂചന തന്നിട്ട് കാർമേഘം വ്യാപിക്കുന്നു. അടുത്ത മൂന്നാമത്തത് ചമ ചമ ചമക്കി ബിജലി റാണി ഉടി ഗഗനുമേ ഖടാ സുഹാനി, ഏത് കിസ്ക ലക്ഷണക്ക്. ഇവിടെ ബിജലി റാണി, അപ്പൊ എന്താണ്. ഇടിമിന്നൽ ആകാശത്ത് തിളങ്ങി. അടുത്ത് ഉടി ഗഗനുമേ ഖടാ സുഹാനി, സുന്ദരമായ മേഘങ്ങള് നിരന്നു. ഏത് ഇത് കിസ്ക എന്തിന്റെ ലക്ഷണക്ക്, ലക്ഷണമാണ്. ബാരിഷയ്ക്ക് ആഗമനയ്ക്ക് സൂചനക്ക്, മഴയുടെ വരവിന്റെ സൂചനയാണ്. അടുത്ത നാലാമത്തത് സാഗർസെ, സമുദ്രത്തിൽ നിന്ന് പർപ്പർ നിറയെ ജലാത്തെ, ജലം കൊണ്ട് വന്നിട്ട്. ഗാവ് ഗാവുമേ ഗ്രാമങ്ങള് രസ് ബർസാത്തെ, മഴയായി പെയ്യൂ. ഇൻ പന്തിയോങ്ക ക്യാ മതലബ് ഹെ, ഈ വരികൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്. അപ്പൊ എന്താണ്. ഇതിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യനും പറയാം. പാരീഷ് കൈസയെ പോത്തിക, മഴ എങ്ങനെ ഉണ്ടാകുന്നു. അത് ചോദിച്ചാൽ ഇത് തന്നെ എഴുതേണ്ടത്. ഈ വരികളുടെ സമുദ്രത്തിൽ നിന്ന് നിറയെ ജലം കൊണ്ടുവന്നിട്ട് ഗ്രാമങ്ങളിൽ മഴയായി പെയ്യൂ എന്ന വരി കൊണ്ട് അർത്ഥമാക്കുന്നതും ഇത് തന്നെ. ജലാശയിക്ക ജല് സൂരജിക്ക് ഗർമീസെ, ജലാശയിക്ക ജല് ജലാശയത്തിലെ ജലം. സൂരജിക്ക് ഗർമീസെ, സൂര്യന്റെ ചൂട് കൊണ്ട്. ഫാബുബൻ ജാത്താകെ, നീരാവിയായി തീരുന്നു. ജലാശയിക്ക ജല് സൂരജിക്ക് ഗർമീസെ ഫാബുബൻ ജാത്താകെ, ജലാശയങ്ങളിലെ ജല സൂര്യന്റെ ചൂട് കൊണ്ട് നീരാവിയായി തീരുന്നു. ഫാവ് ഖവാസെ, ഫാവ് നീരാവി. ഖവാസെ വായുവിനേക്കാൾ, ഖവ എന്ന് പറഞ്ഞാൽ വായു, വായുവിനേക്കാൾ. ഖൽക്കീഹെ ഭാരം കുറവാണ്. ഖൽക്കി എന്ന് പറഞ്ഞാൽ ഭാരം കുറവ്. ഖൽക്കീഹെ ഭാരം കുറഞ്ഞവയാണ്. ഇസലിയെ അതുകൊണ്ട്. ഫാവ് ഊപ്പർ ഉൾത്തിഹെ, നീരാവി മുകളിലേക്ക് പോകുന്നു. അപ്പോൾ ഭാരം കുറവായതുകൊണ്ട് നീരാവി മുകളിലേക്ക് പോകുന്നു. വകാം ഫാവ് ടണ്ടി പോക്കർ, അവിടെ നീരാവി തണുത്തിട്ട്. ബാദൽ ബന്ധിക്ക്, മേഘമായി തീരുന്നു. അവിടെ നീരാവി തണുത്തിട്ട് മേഘമായി തീരുന്നു. ടണ്ടി ഹവാക്ക സ്പർശ പാനേസെ, തണുത്ത കാറ്റിന്റെ സ്പർശനം കൊണ്ട്, തണുത്ത വായുവിന്റെ സ്പർശനം കൊണ്ട്. ബാദൽ പാനി ബെൻകർ, മേഘം മഴയായി തീർന്നിട്ട്. ബർസത്താകെ പെയ്യുന്നു. അപ്പൊ തണുത്ത കാറ്റിന്റെ സ്പർശനം കൊണ്ട് മേഘം മഴയായി തീർന്നിട്ട് പെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്. ജലാശയങ്ങളിലെ ജലം സൂര്യന്റെ ചൂട് കൊണ്ട് നീരാവിയായി തീരുന്നു. നീരാവി വായുവിനേക്കാൾ ഭാരം കുറവാണ്, അതുകൊണ്ട് നീരാവി മുകളിലേക്ക് പോകുന്നു. അവിടെ നീരാവി തണുത്തിട്ട് മേഘമായി തീരുന്നു. ആ തണുത്ത കാറ്റിന്റെ സ്പർശനം കൊണ്ട് മേഘം മഴയായി പെയ്യുന്നു.